സുരേഷ് ഗോപി കറക്റ്റ് ആണ്. സാറേ സാറ് ലാൽ കൃഷ്ണ വിരാടിയറെ പോലൊരു വക്കീലല്ലേ? എന്താ എന്റെ ഫിഗറും സൗണ്ടും കണ്ട് ചോദിച്ചതാണോ? ആ കട്ട ഫിഗർ അല്ലേ? എവിടെയും കൊണ്ടുവയ്ക്കാം. അതുകൊണ്ടല്ല ചോദിച്ചത്. പിന്നെ എനിക്ക് 18 വിവാഹ തട്ടിപ്പ് കേസുണ്ട്. എന്നെ ഇതുവരെ ആരും ജാമ്യത്തിന് ഇറക്കാൻ വന്നിട്ടില്ല. എന്നിട്ട് ഈ നിങ്ങൾ വന്ന് എന്നെ ജാമ്യത്തിന് ഇറക്കി എനിക്ക് നല്ല ആഹാരം മാറ്റി തന്ന്, തുണി മാറ്റി തന്ന്, റോൾഡ് ഗോൾഡ് മാറ്റി തന്ന് ഇന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ? അതിനൊന്നും അല്ല, എനിക്ക് വേറെ ഉദ്ദേശമുണ്ട്. എന്തോന്ന് ഉദ്ദേശം? അതല്ല, ഇങ്ങോട്ട് വാ, പറയട്ടെ. നീ ഈ വീട് കണ്ട? ഇത് പൊളിക്കണോ? അത് പൊളിക്കണ്ട. ഇവരുടെ കുടുംബ വക്കീലാണ് ഞാൻ. അപ്പോഴേ പൊളിച്ചല്ലോ. എടാ അതല്ല, ഞാൻ പറയട്ടെ. ഈ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, പണക്കാരിയായ കുട്ടി. വലിയ കുട്ടി. അവക്ക് ചെറുതിലെ ഒരു സഹോദരനുണ്ട്. അവൻ ഒളിച്ചോടിപ്പോയി. പക്ഷെ അവന്റെ അമ്മയും അച്ഛനും മരിക്കുന്നതിന് മുമ്പേ ആ ചെറുക്കന് ഒരു കുറേ സ്വത്തും പിന്നെ കുറച്ച് പൈസയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ സഹോദരിയായ പെണ്ണിന്റെ പുറത്താണ് എഴുതി വെച്ചേക്കുന്നത്. അവളെ വക്കീലാണല്ലോ ഞാൻ. നീ ആ സഹോദരനായിട്ട് വന്ന് അഭിനയിച്ച് കേറ്റി ആ സ്വത്ത് അടിച്ചു മാറ്റി എനിക്ക് തരണം. എടാ കള്ളവാക്കീരേ സാറേ. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. ഞാൻ ചെയ്ത് കയറ്റി തരണം. കുഴപ്പമില്ല. ഈ പൈസയും വസ്തുവും ഞാൻ അങ്ങോട്ട് എഴുതി തരുമ്പോ എനിക്ക് എന്താണ് ഗുണം? പൈസ വാങ്ങിച്ച് തരുമ്പോ ഒരു 5000 രൂപ അങ്ങ് തരും. വസ്തു തരുമ്പോ ഒരു 5000 രൂപ തരും. ടോട്ടൽ 10000 രൂപ അങ്ങ് പറ്റൂല. റിസ്ക് ഉള്ള പണിയാണ്. പൈസ വാങ്ങിച്ചു തരുമ്പോ 7000 രൂപ തരണം. വസ്തു എഴുതി തരുമ്പോ 3000 രൂപ തരണം. 7 3 10 10000 രൂപ. ഓക്കെ, 10000 പറ്റൂല. പിന്നെ പൈസ വാങ്ങിച്ചു തരുമ്പോ 9000 രൂപ തരണം. 9000 രൂപ തരാം. വസ്തു എഴുതി തരുമ്പോ 1000 രൂപ തരണം. 10,000 rupees. ഓക്കെ, 10000 മാർക്ക് കിട്ടിയല്ല. പിന്നെ നിനക്ക് സംശയങ്ങളുണ്ട്. അതെ ഞാൻ ചോദിക്കുന്നത്, ഈ ചെറുക്കൻ എങ്ങോട്ടാണ് ഒളിച്ചോടി പോയത്? എടാ എങ്ങോട്ട് ഒളിച്ചോടി പോയെന്ന് അറിഞ്ഞെങ്കിൽ അന്ന് എന്നെ പോയി പിടിച്ചോണ്ട് വരൂലേ. അല്ല എന്നാലും ഒരു ഉദ്ദേശം കാണുമല്ലോ. ഒരു ഉദ്ദേശത്തിന് അവൻ ആന്ധ്രാപ്രദേശിലുണ്ട് എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പേരെന്താണ്? പേര് ഹരി. ആന്ധ്രയെന്ന് വരുമെന്നാണ് പറയണത്. ആന്ധ്ര എന്ന് പറഞ്ഞ ഹരി ആയിരിക്കില്ല, അരി ആയിരിക്കും. ആന്ധ്ര എന്ന് പറഞ്ഞ അരി. ഞാനാണ് ഇവിടെ വക്കീല്. ഇങ്ങോട്ട് വാ. പിന്നെ തെലുങ്കും കാര്യങ്ങളും ഒക്കെ അറിയാലോ. ഏമണ്ടി ചെപ്പണ്ടി സൂപ്പാണ്ടി പറഞ്ഞാണ്ടി. അങ്ങനത്തെ തെലുങ്കല്ല വേണ്ടത്, നല്ല തെലുങ്ക് പറയണം. നല്ലത് വേണം. നല്ലത് പറയണമെങ്കിൽ എനിക്ക് ഇതിന്റെ കൂടെ ഒരു 5 രൂപ കൂടെ കൂട്ടി തരണം. അന്യഭാഷയെ പോയി കഴിഞ്ഞാൽ പൈസ കൂടുതലാണല്ലേ? കറക്റ്റ് ആണ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പെൺകൊച്ചി ഇപ്പൊ എങ്ങോട്ട് പോയി? കുട്ടി ജിമ്മിൽ പോയിരിക്കുകയാണ്. രാവിലെ കളിയാക്കുമല്ലോ പറഞ്ഞ ചമ്മി പോയെന്നല്ല, ജിമ്മിൽ പോയിരിക്കുകയാണെന്ന്. ആണോ? പിന്നെ ആരോഗ്യ ദൃഢകാർത്തിയാണല്ലേ? അതെ. പിന്നെ ആ പണക്കാരിയായ കുട്ടിയെ നീ സൂക്ഷിക്കണം. ഇടയ്ക്കിടെ കളഞ്ഞു പോവോ? സൂക്ഷിക്കണോന്ന് പറഞ്ഞു. നീ പോടെ, നീ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക്. ഫസ്റ്റ് നമ്മൾ 2 കൂടെ കളിക്കേണ്ടത്. എങ്ങനെ കളിക്കും? ശരിയാണല്ലോ. അപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ. കിടിലോ അഭിനയിച്ച് കയറ്റി തരണം. ഓക്കെ, ഞാൻ കേരളത്തിലായി കഴിഞ്ഞു. എന്തെങ്കിലും ഉടായ്പ് കാണിച്ച ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അതുപോലെ ഞാൻ ജയിലിൽ കൊണ്ടെങ്കിൽ ഇടും. കള്ളക്കേസ് തന്നെ ഉണ്ടാക്കണം. എന്റെ പേര് തന്നെ 18 വിവാഹ തട്ടിപ്പ് കേസ് കിടക്കയില്ലേ ഒറിജിനല്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് തന്നെ അകത്താക്കിയാ പോരി. പിന്നെ ഈ കേസ് കൊച്ചിനറിയാമോ? എന്തോന്ന്? ഈ വക്കീല് ഗണയാണെന്ന്. ഞാൻ ഫീമെയിൽ ചെയ്യും. ഞാനല്ല വിളിച്ചേ. വെളിയിൽ നിന്ന് ഏതോ കൊച്ചു സ്റ്റാർ വിൽക്കാൻ വന്നത്. വിടമാട്ടെ. മേരി കഷം. ഏമണ്ടി. ഹലോ മാഡം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വിശേഷം കുട്ടിക്ക് ഒരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സർപ്രൈസോ? എന്താ സർപ്രൈസ്? അതായത് കുട്ടിയുടെ കാണാതെ പോയൊരു സാധനം തിരിച്ചു കിട്ടി. എന്റെ കാണാതെ പോയൊരു സാധനം? എന്റെ കളഞ്ഞിട്ട് പോയ ചെരുപ്പ്. ഷെഡ്ഡി അല്ല, റെഡി. ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ ചെന്താമരേ. നിന്റെ പെങ്ങളാണ്. മനസ്സിലായില്ല? പറഞ്ഞുതരാം. പണ്ട് ഈ തറവാടിന്റെ മുറ്റത്ത് മണ്ണപ്പൻ ചുട്ട് വിളമ്പി ഓടി നടന്ന് കളിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ അച്ഛനും അമ്മയുടെ നോട്ടപ്പിശക് മൂലം നാട് വിട്ടുപോയി. ട്രെയിനിൽ ഏതൊക്കെ രാജ്യങ്ങൾ സഞ്ചരിച്ചു, തെണ്ടി തിരിഞ്ഞു നടന്നു.
അവസാനം അവൻ ആന്ധ്രാപ്രദേശിൽ എത്തിച്ചേർന്നു. ആന്ധ്ര മൂലം ഞാൻ ആക്ഷിട്ടോളാം, നിങ്ങൾ പറഞ്ഞോ. എവിടെ നിർത്തിയേ? ആന്ധ്രയുടെ മൂലം. അങ്ങനെ ആന്ധ്രാപ്രദേശ് പോയി പണക്കാരനായി മാറി. ഇന്ന് അവന്റെ അരിയത്തെ കാണാൻ വരികയാണ്. അതെ, നിങ്ങളുടെ ഒളിച്ചോടിപ്പയ്യ ഹരി തിരിച്ചു വന്നിരിക്കുന്നു. രാഗമുന്ദ്രി രാഗമഞ്ചരി മായമ്മ പേര് ലേലു ഒള്ളി ലേലു മേസ്തിരി. ആ കുച്ചിനി മാത്തപ്പെട്ടി, മാത്തപ്പെട്ടി മാട്ടപ്പെട്ടി ഇവിടുത്തെ പണക്കാരി കുട്ടി. എന്നാലും എന്റെ പൊന്നാങ്ങളെ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത്രയും കാലം എവിടെയായിരുന്നെന്ന് അറിഞ്ഞൂടാ. ഇനി മുതൽ ഞാൻ പേട്ടപ്രകാശിന്റെ വൈദ്യശാലയിലായി. അയാൾ മാത്രം എന്നെ അടിച്ച്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പെണ്ണമ്പളയ്ക്ക് മറ്റേ അസുഖം ഉണ്ടല്ലോ, എന്തോന്ന് ഓവർ ആക്ഷന്റെ. എന്റെ പെങ്ങള് കാണും. പറഞ്ഞു അയ്യോ എന്റെ പൊന്നാങ്ങൾ, ഞാൻ കൺകുളൊക്കെ കാണട്ടെ. അയ്യോ ഞാൻ ആന്ധ്രനായിരുന്നു. അയ്യോ നമ്മുടെ അച്ഛന്റെ അതേ മൂക്ക്, മൂക്കിലോ? അയ്യോ അതേ ചെവി, ചെവിയിലോ? അതേ കണ്ണ്, കണ്ണിലോ? അയ്യോ മൊത്തത്തിൽ അച്ഛനെ പറിച്ചു വെച്ച പോലെ. പറിച്ചിലോ? എന്റെ പൊന്നാങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? പണ്ട് കുട്ടിക്കാലത്ത് എന്നെ കൈകളിലെടുത്ത് പൊക്കി മട്ടം കറക്കുമായിരുന്നു എന്റെ പൊന്നാങ്ങള. അതിന് എന്റെ പേരിൽ 18 കേസുണ്ട്. അതുപോലെ ഇപ്പൊ എന്നെ പൊക്കിയെടുത്തൊന്ന് വട്ടം കറക്ക് പൊന്നാങ്ങളെ. 19ാമത്തെ കേസ് അനുഗ്രഹിക്കണേ. പൊക്കല്ല, കോഴി. ജിമ്മി പെയ്യോണ്ടായിരിക്കും. എന്താടാ നിനക്ക്? ഈ വർക്ക് തന്നോണ്ട് നന്ദി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തരാന്ന് പറഞ്ഞ പൈസയിൽ 5 രൂപ കുറയ്ക്കാം. ആ കൊച്ചിനൊന്ന് പൊക്കട്ടാ. 10 രൂപ കൂട്ടിത്തരാൻ, പൊക്കണ്ട. പിന്നെ വേണ്ട. അറിയാലോ, ആന്ധ്രയിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. തിരിച്ചു പോകണം പെട്ടെന്ന്. എനിക്ക് അർജന്റിലു പോടലു, വസ്തു എഴുതലു, പണം കൂടി എഴുതലു. അർജന്റിലു അർജന്റ് പറഞ്ഞു. എന്തെങ്കിലും പറ. ఎక్కడా ఉచ్చి ఆంధ్రాలు అబ్బాయి చత్తినారు. మంచికి సాంబారు ఇడ్డలి తొట్టలి തൊട്ടലി తొట్టలి. വക്കീൽ സാറേ, തൊട്ടലി 2 എലിന്റെ കാര്യം തോന്നുന്നു. ചോദിച്ചു നോക്ക് പോയിട്ട്. എന്തരടാ കൈ നിട്ട് കളിച്ചേ? എന്തോ ఎంగెక్కడ ఉచ్చి ఆంధ్రాలు అమ్మాయి చత్తినారు. మంచికి సాంబారు తొట్టలి. അർത്ഥം കൂടെ പറഞ്ഞ എനിക്കറിഞ്ഞൂടാ. എന്തോ പ്രശ്നമുണ്ട്, കാര്യം പറയാൻ അടുത്ത്. യവനെ ആന്ധ്രയിൽ എടുത്തു വളർത്തിയ അമ്മായില്ലേ, അവര് ചത്തുപോയി. 16 അടിയന്തരത്തിന് ഇഡ്ഡലി സാമ്പാറും തിന്നാൻ പോണോന്ന്. ഞങ്ങൾക്ക് ഈ പെങ്ങളുണ്ടാക്കി തരാൻ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഒത്തു, ചിക്കൻ ബിരിയാണി കൊത്തു വന്ന്. അങ്ങടും 16 അടിയന്തരൂ. സാമ്പാർ കാവാലേ, പരിപ്പ് കാവാലേ, ഉരുളക്കിഴങ്ങ് കാവാലേ, പയറ് കാവാലേ. എടാ കാവാലേ, അപ്പൊ നിനക്ക് 16 അടിയന്തരം അല്ല ഉദ്ദേശം, 16 വെടിയന്തരമാണല്ലോടാ. ശരിയാക്കി തരാം. അതെ, കുട്ടിക്ക് ഭയങ്കര തിരക്കുണ്ടല്ലോ, അപ്പൊ അണ്ണന് പോണം. ആന്ധ്രയിൽ ഒരുപാട് കാര്യങ്ങളുള്ള മനുഷ്യനല്ലേ, അങ്ങ് പോണ്ടേ? അങ്ങനെ പോയ പറ്റൂല പൊന്നങ്ങളെ. ആങ്ങൾക്ക് വേണ്ടിട്ടേ അച്ഛനും എന്തൊക്കെ എഴുതി വെച്ചെന്നറിയോ? 5 ഏക്കർ സ്ഥലം 50 ലക്ഷം രൂപയും. 5 ഏക്കർ സ്ഥലം 50 ലക്ഷം രൂപയും. അതൊക്കെ ആര് നോക്കും? വക്കീലു, ഈ കുടുംബത്തെ തേച്ചിലു 50 ലക്ഷം രൂപയ്ക്ക് എനിക്ക് 10,000 രൂപ.
എനിക്ക് ഇത്ര സ്നേഹം ഇതുവരെ ആരെയൊന്നും കിട്ടിയിട്ടില്ല. എന്റെ സഹോദരി പൊന്നാങ്ങളെ പോണ്ട എന്ന് തന്നെയാണ് എന്റെ ഈ ആഗ്രഹം. കാരണം ഇത്രയും ഒരു സ്നേഹം കിട്ടുമ്പോ ഈ ഒരു ആങ്ങളേക്ക് പോവാൻ പറ്റുമോ? ഞാൻ പോണില്ല. പക്ഷെ പോവാതിരിക്കാൻ പറ്റൂലല്ലോ. ആന്ധ്രയിൽ 1500 പശുക്കളില്ലേ? പശുക്കളെ കാളം നോക്കിക്കോളും. അവിടെ ബേക്കറി കണക്കിന് സ്വത്തില്ലേ? ലാസ്റ്റ് കൊണ്ട് തെറ്റിക്കാതെ ഏക്കർ കണക്കിന് സ്വത്ത്. ഏക്കർ കണക്കിന് സ്വത്തില്ലേ? അതൊക്കെ നോക്കാൻ പോയല്ലേ പറ്റൂ പുള്ളിക്ക്. പോയേ പൊയ്ക്കോ പോണില്ലേ? അങ്ങനെ ഞാൻ പോട്ടലു. വേണ്ട പൊന്നങ്ങള് പോണ്ട. അയ്യോ പോവാതിരിക്കാൻ പറ്റൂല. പോയില്ലെങ്കിലേ അങ്ങ് ആന്ധ്രലു, പൂജപ്പരലു, 18 ക്യാസലു, പിന്നെ അകത്ത് കിടക്കലു, പുതിയ കേസ് ഉണ്ടാക്കലു. അത് കുഴപ്പമില്ലല്ലോ. ഇവിടെ ബാങ്കിൽ 50 ലക്ഷം കിടക്കിലു. അതിൽ നിന്ന് ഞാൻ വലിക്കലു, പൂജപ്പരന്ന് ഇറങ്ങലു, മാറലു. ഞാനിവിടെ നിക്കലു. അല്ല എന്നാലും ഒരു കുഴപ്പമുണ്ട്. എന്തല്ലോ? എവിടെ താമസിക്കും? കുഴപ്പമില്ലല്ലോ. ഇവിടെ 5 ഏക്കർ സ്ഥലമില്ലേ, അതിൽ 2500 കുഞ്ഞൊരു വീട് വെക്കലു, അത് ഞാൻ താമസിക്കല്. വീടൊക്കെ വയ്ക്കാൻ ലോണൊന്നും കിട്ടൂല. കുഴപ്പമില്ല. 50 ലക്ഷത്തിൽ നിന്ന് വലിക്കലു, വീട് വെക്കലു. ഓഹോ അപ്പൊ നീ പോവൂല? പശുവിനെ നോക്കണ്ടേ? പോണം, ആന്ധ്രയിൽ തന്നെ പൊക്കോളണം. സഹോദരി എന്നെ അടിക്കലു. അല്ല അടിച്ചതല്ല, സ്നേഹം കാണിച്ചാണ്. വക്കീൽ സാറേ, ദേ, എന്റെ ആങ്ങളുടെ മേലെങ്ങാൻ തൊട്ടാലുണ്ടല്ലോ അകത്തേക്ക് തോക്കെടുത്ത് വീട് വെച്ച് കൊല്ലും. ആണ്ട്രാ തോന്നേ കൊള്ളാല്. ഇനി ഞാൻ ഒരു സത്യം പറയട്ടാ. അപ്പൊ ഇത്രയും നാൾ ഞാൻ പറഞ്ഞ കള്ളായിരുന്നോടോ? യവന് 18 കേസുണ്ട്. ചുമ്മലു കള്ളലു. എന്റെ ആങ്ങളിക്ക് 18 കേസ് ഉണ്ടെങ്കിൽ 180 കേസ് ഉണ്ടെങ്കിലും എന്റെ സ്വന്തം ആങ്ങളി എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ ഒരു കാര്യം കൂടെ. ഇനി നീ മിണ്ടിയ എന്റെ ആങ്ങളെ ഇവിടെ തല്ലിക്കും. ഞാൻ മിണ്ടും. നിനക്ക് ലാൽ ബാബു എന്നും പറഞ്ഞൊരു ബന്ധുണ്ട്. ലാൽ ബാബുലു അവനാണ് ഈ ഭ്രാന്ത്. പൊന്നാങ്ങളേക്ക് നമ്മുടെ 5 ഏക്കർ സ്ഥലം കാണണ്ടേ? പിന്നെ കാണലു. അപ്പൊ വക്കീലായ ഞാനാ? നീ വലിച്ചിലു. സൂപ്പർ സ്കിറ്റിലു, ചിരിച്ചിലു, എറിഞ്ഞിലു, എറിഞ്ഞിലു, സൂപ്പർ കോസ്റ്റ്യൂമിലു. ചേച്ചി നന്നായിരുന്നു, നന്നായി. 3 പേരും നന്നായി. നത്തിങ് ടു ബീറ്റ് ദിസ് മാൻ. ടു ഗുഡ്. സത്യം. എന്തൊരു എനർജി ആര്, ഭയങ്കര സൂപ്പർ എനർജി. മറ്റേ ബോഡി പിടിച്ച് വലിക്കണ്ടായിരുന്നില്ല അങ്ങോട്ട്. നമ്മൾ യൂഷ്വലി ചാർലി ചാപ്ലിന്റെ സിനിമയിലൊക്കെ ഇതൊക്കെയാ കാണുക. പക്ഷെ ഇത് സൂപ്പറായിട്ട്. രഞ്ജീഷ് സ്റ്റേജിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഭയങ്കര ഹാർഡ് വർക്കാണ്. ഒരു ആർട്ട് ഡയറക്ടറാണ്. എല്ലാ പണി അവന് സെറ്റ് പണി ചെയ്യണമെങ്കിൽ പോലും അവൻ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ പണ്ട് തൊട്ടേ അറിയാം രഞ്ജീഷിനെ. നട്ടുച്ച വെയിലായാലും പാടാത്ത സ്റ്റേജിൽ കിടന്ന് തകർക്കണത്. അല്ല ഇവിടെ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ബാക്കിയുള്ള റെസ്റ്റ് എടുക്കുമ്പോൾ രഞ്ജീഷ് അണ്ണൻ ഏതെങ്കിലും പണി സ്ഥലത്തായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഗ്രൂമിങ്ങിന്റെ സമയം വരെ പണി ചെയ്യും. അടിപൊളി. അങ്ങനെ ആയിരിക്കണം അല്ലേ? നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്താലേ നമുക്ക് തിന്നാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞോണ്ട് ഞാൻ അടുത്ത ജോലിക്കാണ് പോണത്. അല്ല അത് മാത്രല്ല, ജീവിതം ആസ്വദിക്കുകയാണ്. അതെ യുനോ പാഷനാണ്. അപ്പൊ ഇതും പാഷനാണ്, ആ തൊഴിലും പാഷനാണ്. അല്ല ജോലി ആയിട്ടല്ല നോക്കണത്. അതുകൊണ്ട് സൂപ്പർ. നമുക്ക് ബാറ്ററി നോക്കാം അല്ലേ? യെസ്. ₹30,000 ആണ് നേടിയിരിക്കുന്നത്. ബാങ്ക് ഓഫ് ബോംബെ 30,000 രൂപ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. ദാ. യാ.